To watch previous videos, please search free tuition at ZTC. So you will get our address centexintuition.blogspot.com. Please click on that and click class 10. So there are 3 subjects available: class 10 math, chemistry, class 10 physics. Click physics. So you will get all the chapters. Click chapter 1. Then please click on part 1. So you can watch part 1 here. Okay. Similarly, if you want to watch chemistry, please go back and click on the chemistry chapter 1. So you will get 20 parts here. Clear? Okay. Some of the parts are paid, only few parts are free. You can click on each part and check whether it is free or not. Okay. So today we are going to study about class 10 physics, chapter 1, part 4. Okay. Thank you. Please watch it. Hello friends, welcome to Centexed Tuition online ട്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 1 പാർട്ട് 4. പാർട്ട് 4ലെ കഴിഞ്ഞ പാർട്ട് 1, 2, 3 കാണാത്തവര് പ്ലീസ് വിസിറ്റ് പാർട്ട് 1, 2, 3 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പാർട്ട് 1 നമ്മൾ എനർജി ചേഞ്ചസിനെ കുറിച്ച് പഠിച്ചു. പാർട്ട് 2 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് പഠിച്ചു. പാർട്ട് 3 നമ്മൾ വോൾട്ടും പവറും തമ്മിലുള്ള വ്യത്യാസവും ഇക്വേഷൻസും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂൾസ് ലോ ആണ്. ഇപ്പോൾ ജൂൾസ് ലോ നമ്മൾ പാർട്ട് 5 എടുക്കുക, ഈ പാർട്ടിൽ എടുക്കില്ല. ജൂൾസ് ലോ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓംസ് ലോവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓംസ് ലോ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. ഇതാണ് നമ്മൾ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞത്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. അതായത് ഒരു എനർജി ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല, പുതുതായി നിർമ്മിക്കാൻ കഴിയില്ല. അതൊരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. എനർജി can either be created nor destroyed. It can be only converted from one form to another. അതായത് ഇലക്ട്രിക് എനർജി നമുക്ക് ലൈറ്റ് ആക്കാം, ഹീറ്റ് ആക്കാം. മനസ്സിലായോ? അങ്ങനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിൽ എന്താണ് സൂര്യനിൽ നിന്നും എനർജി കിട്ടി സസ്യങ്ങൾ ആ എനർജി ഉപയോഗിച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നു, അവരുടെ ഇലകളിലും കായ്കളിലും ഒക്കെ. ആ എനർജി നമ്മളെന്താണ് ഭക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ അത് കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് സാറിങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യാണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ആ വർക്ക് ചെയ്യുമ്പോൾ എനർജിക്ക് വേറൊരു രൂപത്തിലേക്ക് മാറും. അതാണ് ഹീറ്റ്. കണ്ടോ? ഇപ്പം ഹീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്? ഹീറ്റ് ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു നിക്രോം വയർ, ഏകദേശം 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു നിക്രോം വയർ എടുക്കുക. 6 വോൾട്ടേജ് സ്റ്റോറേജ് ബാറ്ററി, 6 വോൾട്ടുള്ള ഒരു ബാറ്ററി എടുക്കുക. ഇത് ഒരു കണക്ഷൻ വയർ. നമുക്ക് ആ പിക്ചർ ഒന്ന് വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ ഇതാണ്. ഒരു നിക്രോം വയർ. ഓക്കെ, നിക്രോം. ഇവിടെ വന്നിട്ട് ഒരു 6 വോൾട്ടേജ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിക്രോം വയർ റെഡ് ഹോട്ട്. ഇറ്റ് ബിക്കം റെഡ് ഹോട്ട്. എന്താ റെഡ് ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്ന് ഇരിക്കുക. നമ്മൾ ഇരുമ്പുകളൊക്കെ അടുപ്പിൽ വെക്കുമ്പോൾ ചുമന്ന് കത്തിയിരിക്കില്ലേ, അതുപോലെ. വാട്ട് ഈസ് ദ റീസൺ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. How does the nichrome wire become red hot by passing electricity through it? എങ്ങനെയാണ് ഇതിലൂടെ വൈദ്യുതി കടന്നുപോയപ്പോൾ ഈ നിക്രോം വയർ റെഡ് ഹോട്ടായിട്ട് മാറാനുള്ള കാരണം എന്താണ്? അപ്പം ഇത് അറിയണമെങ്കിൽ ഒരു കാരണം എനർജി ചേഞ്ച്. അതായത് ഇലക്ട്രിക്കൽ എനർജി
എന്തായിട്ട് മാറി? ഹീറ്റ് എനർജി ആയിട്ട് മാറി. ക്ലിയർ? വൈദ്യുത ഊർജം ഊർജമായിട്ട് മാറി? താപോർജ്ജമായിട്ട് മാറുക എന്നതാണ് ഒരു കാരണം. ഇനി അപ്പോൾ താപോർജ്ജമായി മാറാനുള്ള കാരണം എന്താണ്? ദാറ്റ് ഈസ് എ സെക്കൻഡ് റെസിസ്റ്റൻസ്. മലയാളത്തിൽ പ്രതിരോധം. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇവിടെ ഈ നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസ് ഇൻക്രീസസ്, സോ ഹീറ്റ് ആൾസോ ഇൻക്രീസസ്. ഈ റിലേഷൻഷിപ്പ് നമുക്ക് പറഞ്ഞു തരുന്ന ലോ ആണ് ജൂൾസ് ലോ. നമ്മളിപ്പോൾ പഠിക്കില്ല, നെക്സ്റ്റ് ക്ലാസ് പഠിക്കും. സോ രണ്ട് റീസൺ ആണ് നിങ്ങൾ പറയേണ്ടത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്, പ്രതിരോധം. നമുക്ക് എന്താണെന്ന് പഠിക്കാം. ഓംസ് ലോ പഠിക്കുമ്പോൾ എന്താണ് റെസിസ്റ്റൻസ് നമ്മൾ പഠിക്കും. ആൻഡ് ഹീറ്റ്, റെസിസ്റ്റൻസ് ഹീറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. റെസിസ്റ്റൻസ് കൂടുന്തോറും എന്താണ്? ഹീറ്റ് കൂടും. സോ എന്താണ് സാർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് റോഡുകളെ കുറിച്ച് ആലോചിക്കും. ഒന്ന് വൺ വേ, ഒന്ന് ടു വേ. വൺ വേ റോഡിന്റെ പ്രത്യേകത, ഇത് വൺ വേ ആണ്. ഇങ്ങോട്ടൊരു കാർ പോകും, ഇങ്ങോട്ടൊരു കാർ പോകും. വളരെ കൂളായിട്ട് പോകാം നമുക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ തടസ്സം ഇല്ല. എന്നാൽ ടു വേ ഒറ്റ വഴിയുള്ളൂ. ഇങ്ങോട്ടൊരു കാർ, ഇങ്ങോട്ട്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എല്ലാ കാറും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് കാറുകൾക്ക് വരാൻ പറ്റില്ല, തടസ്സം. ഓക്കെ, ഒരു തടസ്സം, നമ്മുടെ നോർമൽ ലൈഫ് കാണുന്ന തടസ്സം. ഇനി മറ്റൊരു തടസ്സം പറയുകയാണെങ്കിൽ, ഇത് വലിയ റോഡ്, ഇത് കുഞ്ഞു റോഡ്. ഏത് റോഡിൽ പോകാനായിരിക്കും എളുപ്പം? വലിയ റോഡിൽ കൂടെ കൂളായിട്ട് പോകും. കുഞ്ഞു റോഡാകുമ്പോൾ അവിടെ നിന്നും വണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ്? തടസ്സമായി. ഇപ്പൊ തടസ്സത്തിന്റെ പ്രത്യേകത, തടസ്സം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും പോകണം, ഇറങ്ങി പോകണം. ഇതുപോലെയാണ് വൈദ്യുതി. വൈദ്യുതി കടന്നു പോകുമ്പോൾ ചില മെറ്റീരിയൽസ് വൈദ്യുതി നന്നായിട്ട് കടത്തിവിടും, ചെറിയ കടത്തിവിടില്ല. ഓക്കെ, അപ്പോൾ ഒരു ആള് വൈദ്യുതിയെ എങ്ങനെ കടത്തിവിടുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ആൾക്കാരും ഓരോ മെറ്റൽസിനെയും നമ്മളിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അവരുടെ ആ കപ്പാസിറ്റൻസിനെ നമ്മളെന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറയും. അവർക്ക് ആ വൈദ്യുതിയെ കടത്തിവിടാനുള്ള കപ്പാസിറ്റി, കണ്ടക്ടിവിറ്റി. തടയാനുള്ള കപ്പാസിറ്റൻസ് നമ്മളെന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയും. അപ്പൊ നിക്രോമിന് വളരെ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, റെസിസ്റ്റൻസ് കൂടുതലാണ്, അതുപോലെ എന്താണ്? റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് റെസിസ്റ്റിവിറ്റി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ സാറ് പറഞ്ഞു വണ്ണം കൂടുതലാണ്, അതായത് വീതി കൂടുതലാണെങ്കിലും വീതി കുറവാണെങ്കിലും ഇവിടെ റെസിസ്റ്റൻസ് കുറവ്, ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. വീതി കൂടുതലുള്ള സ്ഥലത്ത് പ്രതിരോധം കുറവാണ്, കൂളായിട്ട് പോകാം. വീതി കുറഞ്ഞ സ്ഥലത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പോകണം, തടസ്സം കൂടുതലാണ്. ഈ വീതിയെ നമുക്ക് ഏരിയ. ഓക്കെ, സോ when area increases resistance decreases. കണ്ടോ, വലിയ നീളം, വലിയ വലിപ്പമുള്ള വഴി കൂടിയാണ് റോഡിൽ കൂടിയാണ് വണ്ടി പോകുന്നതെങ്കിൽ തടസ്സം കുറവാണ്. സോ when area increases, വണ്ണം കൂടുന്തോറും റെസിസ്റ്റൻസ് എന്താണ്? കുറയും. ക്ലിയർ? ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ സൈക്കിൾ ഓടി പോകാറുണ്ട് ചെറുപ്പത്തിലൊക്കെ. അപ്പൊ സൈക്കിൾ ഓടി പോകുമ്പോൾ കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള വഴിയുണ്ട് ഇല്ലേ? അത് തടസ്സമാണ്. അത് കുറേ ഉണ്ടെങ്കിലോ സൈക്കിൾ കേടായി പോകും. അപ്പോൾ നീളം കൂടുന്തോറും റെസിസ്റ്റൻസ് എന്താണ്? കൂടും. ക്ലിയർ? സോ ലെങ്ത് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഈ രണ്ട് കാര്യങ്ങളും റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഒന്ന്, ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ണം കൂടിയ കമ്പികളിലൂടെ, വണ്ണം കൂടിയ വയറിലൂടെ വൈദ്യുതി നന്നായിട്ട് കടന്നു പോകും. കാരണം റെസിസ്റ്റൻസ് കുറവാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ്, തടസ്സം കുറവാണ്. നീളം കൂടുന്തോറും തടസ്സം എന്താണ്? കൂടും. ഈ രണ്ടിനെയും നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ടിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ലെങ്ത്. ഇത് രണ്ടും കണ്ടോ, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഇപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. ഈ ഒരു സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരാൾ കൂടുമ്പോൾ മറ്റേ ആളും കൂടിയാൽ നമ്മൾ ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? ഒരാൾ കൂടുമ്പോൾ മറ്റൊരാളും കൂടും. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി, വിപരീത അനുപാതം 1/a. ഒരാൾ കൂടുമ്പോൾ മറ്റൊരാൾ കുറഞ്ഞാൽ നമ്മൾ അതിനെ താഴെ എഴുതണം. ഓക്കെ, ഇപ്പൊ എന്താണ്? റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇതിന്റെ അർത്ഥം ഇത് കുറയുമ്പോൾ ഇത് കൂടും. ഓക്കെ, this decreases, this increases. ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇവിടെ അതല്ല, ഇത് increases, it increases.
ഇനി ഫിസിക്സിൽ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണെങ്കിൽ നമുക്കത് ഒരുമിച്ചാക്കാൻ പറ്റും. സോ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഇൻറ്റു 1/a. ലെങ്ത്തും വണ്ണും കൂടി കുടിക്കുമ്പോൾ ലെങ്ത് തന്നെ കിട്ടും. സോ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ a. ഫിസിക്സിൽ ഡയറക്ഷൻ സൈൻ കളയണമെങ്കിൽ ഒരു സ്ഥിരമായ സംഖ്യ കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. ക്ലിയർ? ഇപ്പം നിങ്ങൾ F=G m1 m2 ഡിവൈഡ് ബൈ r² എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും 9ാം ക്ലാസ്സിൽ. ഇവിടെ G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. അതുപോലെ എന്താണ് ഈ സൈൻ കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് ഗുണിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്ന് എഴുതണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരമായ സംഖ്യ ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ എന്ന് എഴുതണം. ആ സ്ഥിരമായ സംഖ്യയുടെ പേരാണ് റെസിറ്റിവിറ്റി. ക്ലിയർ ആണോ? ഇപ്പൊ റെസിസ്റ്റൻസും റെസിറ്റിവിറ്റിയും സെയിം ആണോ? അല്ല. റെസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ പദാർത്ഥത്തിലുമുള്ള സ്ഥിരമായിട്ടുള്ള ഒരു വാല്യൂ ആണ്. മനസ്സിലായോ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ പദാർത്ഥത്തിന്റെ വണ്ണവും നീളവും കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ റെസിറ്റിവിറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ റോ ആണ്. റോ ഇൻറ്റു LA. That is, resistance is equal to rho L by A. This is the equation for resistance. Clear? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സപ്പോസ് ഒരു കോപ്പറിന്റെ 1 മീറ്റർ നീളമുള്ള കോപ്പർ എടുത്തു. അതിന്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ. Then what is the resistance? Resistance is equal to resistivity into length by area. Resistance is equal to resistivity into length 1 meter divided by 1 meter square. Clear? So both are 1. So resistance is equal to resistivity. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയലിൻ്റെയും റെസിറ്റിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ മെറ്റീരിയൽ ജസ്റ്റ് 1 മീറ്റർ എടുക്കുക, അതിൻ്റെ വണ്ണം 1 മീറ്റർ സ്ക്വയർ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലൂടെ കറണ്ടിനെ എന്ത് ചെയ്യുക, കടത്തിവിടുക. അപ്പോൾ എത്രയാണോ റെസിസ്റ്റൻസ് കിട്ടുന്നത് അതാണ് ആ പദാർത്ഥത്തിന്റെ റെസിറ്റിവിറ്റി. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് ചെമ്പിന്റെ റെസിറ്റിവിറ്റി അറിയില്ല, കോപ്പറിന്റെ അറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കും? കോപ്പർ 1 മീറ്റർ എടുക്കുക, അതിന്റെ വണ്ണം 1 മീറ്റർ സ്ക്വയർ എടുക്കുക, എന്നിട്ട് വൈദ്യുതി കടത്തിവിടുക, എന്നിട്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഓംസ് ലോ പഠിക്കുന്നത്. ഓക്കെ. നമുക്ക് ഓംസ് ലോയിലേക്ക് പോവാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ലോ, ഓംസ് ലോ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഓംസ് ലോ എന്ന് പറയാം. ഓംസ് ലോ പറയുന്നത് the potential difference between two ends of a conductor is directly proportional to the current flowing through it. ഓക്കെ. അതായത് ഇതിന്റെ ഇടയിലുള്ള ഇപ്പൊ 2 പോയിന്റ്, സാർ ഇവിടെ നിന്ന് A എന്നൊരു പോയിന്റ് എടുത്തു, B എന്ന പോയിന്റ് എടുത്തു. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ? നമുക്കത് വോൾട്ട് മീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. എയും ബിയും ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അല്ലെങ്കിൽ ഇത് ഒരു പോയിന്റ്, ദിസ് ഈസ് A ആൻഡ് ദിസ് ഈസ് B. നമ്മൾ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ കാണുക, അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ. സോ ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയില്ല, ഇനി ഇങ്ങനെ പറയുള്ളൂ. ബേസിക് ആയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കുമ്പോൾ ആ ടേംസിന്റെ മീനിങ് അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 1, 2, 3 ബിഫോർ വാച്ചിങ് ദിസ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ദാറ്റ് മീൻസ് potential difference increases when current increases. Potential difference decreases when current decreases. That is very easy to understand. If you കൂടുതൽ വോൾട്ടേജ് ഇവിടെ കൊടുത്താൽ കൂടുതൽ കറന്റ്, കുറവ് വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് കുറയുന്നതോറും കറന്റ് എന്ത് ചെയ്യും? കുറയും. So that means potential difference is directly proportional to current flowing through it. And potential difference equal to എന്ത് എഴുതണം? നേരത്തെ നമ്മൾ പഠിച്ചതാണ്, ഒരു കോൺസ്റ്റന്റ് into I. That potential difference is equal to RI. That constant is known as resistance. Clear? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. Clear? So whenever a current increases, resistance also increases. Clear? നമുക്ക് നോക്കാം ഇതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ കാണും. റെസിസ്റ്റൻസ് is equal to V = RI. ഈ ഇക്വേഷൻ ആണെങ്കിൽ എന്താണ്?
ഈ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ സാർ എന്താണ് ഈ ഐ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. സോ വി ബൈ ഐ, ദിസ് ഈസ് ദ റെസിസ്റ്റൻസ്. ടു ഫൈൻഡ് വോൾട്ടേജ് വി ഇവിടെ നിർത്താൻ ആർ ഐ ആർ എന്ന് വിളിക്കുക. ടു ഫൈൻഡ് ഐ എങ്ങനെ കണ്ടുപിടിക്കും? വിയുടെ താഴെ ആർ എടുക്കുക, വി ബൈ ആർ. സോ ദിസ് ഈസ് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ? വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന്റെ രണ്ട് അഗ്രങ്ങളിലും ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ആ ചാലകത്തിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിക്ക് നേരനുപാതത്തിലായിരിക്കും. സോ potential difference is directly proportional to current, and potential difference is equal to a constant into I, and constant is known as resistance. Clear? So now the question is, how does the nichrome wire become red hot while passing through electricity? It is because the resistance generated there. Clear? Okay? Yeah. ഇനി സാർ ഇത് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഫോർമുല ഒക്കെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരുപക്ഷെ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ആ ട്രിക്ക് ഇതാണ്. ഇനി ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഇനി ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ? അതിനകത്ത് നിങ്ങൾ എഴുതുന്നത് വി ഐ ആർ, ഓക്കെ. സേതുരാമയ്യ CP എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ അയ്യർ എന്ന് ഓർത്താൽ മതി. സോ ഇതിനകത്ത് വി മീൻസ് എന്താണ്? വോൾട്ടേജ്. വി ഇസ് ഈക്വൽ ടു വോൾട്ടേജ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്, വി. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഐ ഇസ് ഈക്വൽ ടു കറന്റ്. അതിന്റെ വോൾട്ടേജ്, അതിന്റെ യൂണിറ്റ് ആംപിയർ ആണ്, റെപ്രസെന്റ് ലെറ്റർ എ. ആൻഡ് നെക്സ്റ്റ് ഈസ് റെസിസ്റ്റൻസ്. Okay, and the unit ohm represented this symbol. So please remember all these symbols, names, and its units. So suppose a problem. Suppose a problem here the current is 0.5 ampere. Current is 0.5 ampere and the resistance is 20 ohm. Then what is the voltage? So put this voltage കണ്ടുപിടിക്കണം. Resistance 20, current 0.5. What is the voltage? Just multiply this 0.5 into 20. ഇങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും പരസ്പരം ഗുണിക്കണം. അപ്പോൾ ഇത് കിട്ടും. Very easy. 20 into 0.5, that is 20 into 5 by 10. 0 get cancelled. The answer is 10 ampere. It's very easy. Either you can calculate V is equal to IR. ഈ ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ട് പരസ്പരം ഗുണിക്കാം. ക്ലിയർ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. സപ്പോസ് കറന്റ് നമുക്ക് തന്നിട്ടില്ല, and the resistance is 50 ohm, and voltage is 10 voltage. What is the current? That is the question. So put this, when the voltage is given 10 and resistance also given 50, current number കണ്ടുപിടിക്കാം. Very easy. 10 by 50. 0 get cancel, 1 by 5. Clear? That is 0.25 ampere. Clear? ഇതുപോലെ നമുക്ക് ഒരാളും ചെയ്യാം. ആരാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ചെയ്യാം. Suppose the voltage is 10 voltage and the current is 2 ampere. What is the resistance? Put this. What are the data given? 10 voltage, 10 current is not given. Current given 2 ampere. Then what is the resistance? Very easy. 10 by 2. That is 5 ohm. Clear? So that's all about the Ohm's law.
ഓംസ് ലോനെ കുറിച്ച് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓംസ് ലോന്റെ ഇക്വേഷൻസ് നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, സോ ഒന്നുകൂടി സാർ എഴുതാം. V is equal to IR to find voltage and I is equal to V by R to find current, then R is equal to V by I to find resistance. സോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചത്? 1 മീറ്റർ കോപ്പർ എടുത്തു, 1 മീറ്റർ സ്ക്വയർ അതിന്റെ 1 എടുത്തു, എന്നിട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു, വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറണ്ടിലൂടെ കടത്തി വിട്ടു. കണ്ടോ? അപ്പൊ അതായത് നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു. വോൾട്ടേജ് പറയാം, നമുക്ക് കറണ്ട് പറയാം. സോ വോൾട്ടേജിനെ കറണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 1 മീറ്റർ എടുത്തതുകൊണ്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിച്ചു, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 1/1, 1 മീറ്റർ 1 മീറ്റർ സ്ക്വയർ. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 1 മീറ്റർ നീളമുള്ള 1 മീറ്റർ സ്ക്വയർ വീതി വണ്ണമുള്ള ഒരു വയർ എടുത്തിട്ട് അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കും? സപ്പോസ് ദിസ് ഈസ് ദി വയർ, നമ്മൾ അതിലൂടെ കറണ്ട് കടത്തി വിട്ടു. സപ്പോസ് 2 ആംപിയർ കറണ്ട് കടത്തി വിട്ടു. അപ്പോഴുള്ള വോൾട്ടേജ് നമ്മൾ ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് അളക്കുന്നു. സപ്പോസ് നമുക്കൊരു 10 വോൾട്ട് കിട്ടിയെന്നായിരിക്കും. ദെൻ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 10 വോൾട്ട് ഡിവൈഡ് ബൈ 2 ആംപിയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 5 ഓം. സോ നമ്മൾ എടുത്ത വയറിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. അതിന്റെ നീളം 1 മീറ്ററും വീതി 1 മീറ്റർ സ്ക്വയറും ആയതുകൊണ്ട് അതിന്റെ റെസിസ്റ്റിവിറ്റിയും 5 ഓം ആണ്. റെസിസ്റ്റിവിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ഫിഗർ, അത് ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പൊ നിക്രോം വയർ റെഡ് ഹോട്ട് ആവാനുള്ള കാരണം റെസിസ്റ്റിവിറ്റി കൂടുതലാണ് നിക്രോം വയർ. അതുകൊണ്ടാണ് നിക്രോം വയർ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? മറ്റേ തേപ്പൊട്ടിനകത്തും അതുപോലെ തന്നെ ചൂടാക്കാനായിട്ടുള്ള ഹീറ്ററിനകത്തൊക്കെ നിക്രോം വയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ പ്രീവിയസ് ലെസൺ നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ് അവസാനിപ്പിച്ചത്. H is equal to VIT. ഓർമ്മയുണ്ടോ? H is equal to VIT എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ, ഓർമ്മയുണ്ടോ? Heat is equal to VIT, പവർ ഇൻറ്റു ടൈം. എന്നിട്ട് പവറിന്റെ ഇക്വേഷനെ കണ്ടുപിടിച്ചത് ഓർമ്മയില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണും. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പഠിച്ചു V സമം എന്താണെന്ന് പഠിച്ചു. V സമം IR. So this is Ohm's law. According to Ohm's law, V സമം IR. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. Put this here. So this H is equal to IR IT. Here I into I square. So H is equal to I square RT. This is the equation for Joule's law. Joule's law il nammal parayunna equation idana. Heat developed in a conductor is directly proportional to the square of the current and resistance and the time of current passing through the conductor. This is known as Joule's law. അതായത് ഒരു വയറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? കറന്റിന്റെ വർഗത്തിനോടും പ്രതിരോധത്തിനോടും ആ കറണ്ട് കടന്നുപോയ ടൈമിനോടും നിറവേറത്തിലായി. ഇത് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. സോ എങ്ങനെയാണ് ഇത് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഹീറ്റ് ഇസ് ഈക്വൽ ടു VIT, V സമം IR, പുട്ട് V ഇസ് ഈക്വൽ ടു IR, സോ H ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT. സോ the reason for this hotness is resistance. ഇവിടെ നമുക്ക് മനസ്സിലാവുള്ളൂ ഹീറ്റ് ഉണ്ടാകാനുള്ള കാരണം റെസിസ്റ്റൻസ് ആണ്. കാരണം ഹീറ്റിന്റെ ഇക്വേഷനിൽ ഇതുവരെ റെസിസ്റ്റൻസ് ഇല്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ റെസിസ്റ്റൻസ് കയറി വന്നു. സോ ഹീറ്റ് ഈസ് the heat developed due to the reason for resistance, high resistance. Resistance എന്നും പറയാം, resistivity എന്നും പറയാം. Resistance എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അത് it depends on the length and the width, but the resistivity is same. So heat is developed in a circuit on passing current through it. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തിരിക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ജൂൾ ഹീറ്റിംഗ്. ജൂൾ ഹീറ്റിംഗ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ലോ ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വയറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ, ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ്. അനദർ നെയിം ഈസ് ഓമിക് ഹീറ്റിംഗ്. Okay, so sir, what is Joule's law? Explain ചെയ്യാമോ? Yes,
ജൂൾസ് ലോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, ദാറ്റ് ഈസ് പാർട്ട് 5 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 5. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. 9747977418. ഓൺലി 50 അഡ്മിഷനാണ് നമുക്കുള്ളത്. അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. കുറച്ച് കുട്ടികളൊക്കെ ചേർന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എക്സാമിൽ, അതായത് ഫൈനൽ എക്സാം വരെ ഈ വീഡിയോസ് കാണാം. എത്ര സമയം വേണമെങ്കിലും കാണാം, എപ്പോൾ വേണമെങ്കിലും കാണാം, എവിടെ ഇരുന്നും കാണാം, ഏത് സ്ഥലത്തിരുന്നും ഏത് ഡിവൈസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ സൈൻ ആണെങ്കിൽ ഈ വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്കൊരു റിവിഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എക്സാമാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്കായിരിക്കും നമ്മൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഴയ പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ടൈം 10 AM to 3 PM. വെൻസ്ഡേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. പ്ലീസ് ഡു നോട്ട് കോൾ ടു ദിസ് നമ്പർ, ഓൺലി വാട്സപ്പ് ഈസ് അലൗഡ്. ഓക്കെ, താങ്ക് യു. Next part is Joule's law, part 5. Please visit part 5.